ബിന്നിയുടെ ഭർത്താവ് നൂബിനാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുന്നത്. നൂബിൻ വരുന്ന സമയമാകുമ്പോഴത്തേനും പ്രധാന വാതിലിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ബിന്നിക്ക് ഒരു ട്രെയിൻ വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ വാതിലിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകളെല്ലാവരും വരാന്തയിൽ നിൽപ്പുണ്ടായിരുന്നു. നൂബിൻ എൻട്രി ആവുന്നതിന് മുന്നേ തന്നെ ബിന്നി കരഞ്ഞു തുടങ്ങിയിരുന്നു. ഭയങ്കര കരച്ചിലാണ് ബിന്നിക്ക്, സന്തോഷവും സങ്കടവും കൂടെ ഉള്ള ഒരു കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നൂബിനകത്തേക്ക് വന്നു ഉടനെ തന്നെ ബിന്നിയോട് ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങ് മെലിഞ്ഞു പോയല്ലോ. അപ്പം എന്തിനാ നീ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതിനെ പറയുന്നുണ്ട് നൂബിനെ കണ്ട സന്തോഷം കൊണ്ട് കരയാണെന്ന് ബിന്നി പറയുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും കൂടെ ഹൗസിലേക്ക് പോവുകയാണ്. വരാന്തയിൽ തന്നെ എല്ലാ കണ്ടസ്റ്റൻറ്റുകളും ഉണ്ട് സ്വീകരിക്കാനായിട്ട്. ഇപ്പം സാബുമാനെ ചൂണ്ടിക്കാണിച്ചിട്ട് ബിന്നി പറയുന്നുണ്ട്, ഇത് നമ്മുടെ പേട്ടയിൽ തന്നെ ഉള്ളതാണ്. എന്നിട്ട് ബിന്നിയുടെ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട് സാബുമാനോട്, എങ്ങനെ ബ്രോ ഇത്രയും സമയം ഇങ്ങനെ ചിരിച്ച് തന്നെ ഇരിക്കാനായിട്ട് സാധിക്കുന്നത്? അപ്പോഴേക്കും അനുമോൾ വന്നിട്ട് പറയുന്നുണ്ട്, സീരിയലിലെ കാര്യം പറയുന്നുണ്ട്. മുന്നേ നൂബിനും അനുമോളും ഒരേ സീരിയലിൽ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് നൂബിൻ പറയുന്നുണ്ട്, ഞാൻ 3 ദിവസം ഇവിടെ ഉണ്ടാകും. നെവിൻ ചോദിക്കുന്നുണ്ട്, 3 ദിവസം ഉണ്ടല്ലേ? അനുമോളോട് നൂബിൻ ചോദിക്കുന്നുണ്ട്, എന്ത് ലിപ്സ്റ്റിക്കാണ് ഇത്? അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഇതൊക്കെ മതി. അനുമോളുടെ ചേട്ടനെ കണ്ടിരുന്നു, ഇന്നലെ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. അപ്പം അനുമോളോട് അന്വേഷണം അറിയിച്ചതായി പറയണമെന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു, നൂബിന് ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം. കൂടാതെ നൂബിനെയും ബാക്കി വീട്ടിലുള്ള എല്ലാവരെയും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, പുറത്തുള്ള ഒരു കാര്യങ്ങളും ചോദിക്കാനോ പറയാനോ പാടുള്ളതല്ല. ബിന്നി പറയുന്നുണ്ട്, ഞാൻ നൂബിനെ കൊണ്ടുപോയിട്ട് ഒരു ക്ലാസ് കൊടുത്തിട്ട് ഇപ്പോൾ കൊണ്ടുവരാവേന്ന് പറഞ്ഞ് റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മൾ തിരിച്ചും മറിച്ചും നമ്മളിവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്തും നമ്മൾ തമ്മിലാണെങ്കിലും മറ്റുള്ളവരുമായിട്ടാണെങ്കിലും കാഷ്വൽ ടോക്സ് ഒന്നും പുറത്തത് പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ബിന്നി. നീ പറയാതെ തന്നെ എനിക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാമെന്ന് നൂബിൻ പറയുന്നുണ്ട്. എന്നിട്ട് ബിന്നി പറയുന്നുണ്ട്, ഇനിയാണ് ഞാൻ ശരിക്കുള്ള കുത്തിത്തിരിപ്പ് നടത്താൻ പോകുന്നതെന്ന് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് ബിന്നി പറയുന്നുണ്ട്.